ജിൻഡോയുടെ കാഞ്ഞ ബുദ്ധി എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതെ, ജിൻഡോ എന്ന ഗെയിമർ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. നല്ല കാഞ്ഞ ബുദ്ധി തന്നെയാണ് ജിൻഡോയ്ക്കുള്ളത്. മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് നിൽക്കാനും തൻ്റെ നിലപാടിനെ സംസാരിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനും അവരുമായിട്ട് പിടിച്ചു നിൽക്കാനും ഉള്ളൊരു കഴിവ്, അല്ലെങ്കിൽ ആ ഒരു ഇത് ജിൻഡോയ്ക്ക് താരതമ്യേന കുറവാണ്. എങ്കിലും ജിൻഡോയുടെ ബുദ്ധിക്ക് ഒരു കുറവുമില്ല. നല്ല കാഞ്ഞ ബുദ്ധി തന്നെയാണ്. നല്ലതായിട്ട് തന്നെയാണ് ജിൻഡോ ഗെയിം കളിക്കുന്നതും ഗെയിം കൊണ്ടുപോകുന്നതും. ഈ ഒരു അവസ്ഥയിൽ നല്ല വെൽ പ്ലെയേഴ്സ് എല്ലാം ഔട്ടായിരിക്കുകയാണ്. ആ ഒരു സമയത്ത് കണ്ടന്റ് തന്നിരുന്ന എല്ലാവരും പുറത്തു പോയിട്ടും ഇപ്പോഴും കണ്ടന്റുകൾ നൽകി പ്രേക്ഷകരെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അത് ജിൻഡോയുടെ കഴിവ് കൊണ്ട് തന്നെയാണ്. ജിൻഡോ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു 2-3 ദിവസമായിട്ട് ബിഗ് ബോസ് കണ്ടന്റുകളായി നിറഞ്ഞു പോകുന്നത്. അങ്ങനെ വീണ്ടും ജിൻഡോ പവർ ടീമിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ പവർ ടീമിൽ വന്നതിന് ശേഷം ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്. ആ മീറ്റിങ്ങിൽ ഗബ്രി പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ ശിക്ഷ വിധിക്കുമെന്ന് ബോർഡിൽ എഴുതിയതാണ്, ഒരു ശിക്ഷ വിധിച്ചതാണ്. ആ ശിക്ഷയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ആരും ഇവിടെ ഒന്നും ചെയ്യുന്നത് കണ്ടില്ല. അപ്പം ഞാൻ അതിനെപ്പറ്റി ചോദിക്കുമെന്ന് പറയുന്നു. കാര്യം വേറെ ഒന്നുമല്ല, റസ്മിനും ജിൻഡോയും തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ കാരണം റസ്മിൻ ജിൻഡോയ്ക്കെതിരെ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫ്ലോർ ക്ലീനിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ജിൻഡോ അതൊരിക്കലും അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല. അത് ആ പണിഷ്മെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല. പവർ ടീമിനിടയ്ക്ക് തന്നെ ഭിന്നത വരുമ്പോൾ മറ്റ് ഹൗസ് മേറ്റ്സിന് അല്ല മറ്റ് കണ്ടസ്റ്റൻസിന് അതൊരു പ്ലസ് പോയിൻ്റാണ്. അവർക്ക് എന്താ പറയുന്നത്, ഇവർക്ക് മേലെ വരാനുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നൊക്കെ ഒരു പക്ഷേ റസ്മിൻ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും. ഇന്നലെ ഒറ്റ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അവർക്കിടയിലെ ഭിന്നത എല്ലാവർക്കും മനസ്സിലായി. അതിനെ വെച്ചിട്ട് എല്ലാവരും കളിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലായതുകൊണ്ടാവും റസ്മിൻ തന്നെ ജിൻഡോയ്ക്ക് മേലെയുള്ള ആ പണിഷ്മെൻറ്റ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അതായത് ബിഗ് ബോസിനല്ല, ലാലേട്ടന് ഞാൻ വിട്ടുകൊടുക്കുകയാണ്, ലാലേട്ടൻ തീരുമാനിക്കട്ടെ ഇനി ജിൻഡോയ്ക്ക് എന്ത് ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് തീരുമാനിക്കട്ടെ, താൻ ആ ശിക്ഷ പിൻവലിക്കുകയാണ് എന്ന് റസ്മിൻ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ ജിൻഡോയിലെ കാഞ്ഞ ബുദ്ധിയെ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ജിൻഡോ ഓരോ ലൂപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ജിൻഡോ ഇവിടെ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, പവർ റൂമിൽ പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയരുതെന്ന് ഒരിക്കലും പവർ റൂമിൻ്റെ റൂളിനകത്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ശിക്ഷ ഏറ്റുവാങ്ങാൻ സമ്മതിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഉറങ്ങുമ്പോൾ പട്ടി കുറയ്ക്കുമല്ലോ, അന്നേരം പോലും ശിക്ഷ കൊടുക്കാമെന്ന് പവർ റൂമിൻ്റെ അധികാരത്തിൽ ഉള്ള നിയമപുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പവർ റൂമിൽ കയറിയതിന് ശേഷവും അങ്ങനെ ഒരു നിയമവും കൊണ്ടുവന്നിട്ടില്ല എന്ന് ജിൻഡോ പറയാണ്. ശരിയാണ്, ജിൻഡോ ഇവിടെ ലൂപ്പോളൊക്കെ എടുത്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ജിൻഡോയ്ക്ക് സംസാരിച്ച്, അതായത് ഗബ്രിയെ പോലെയൊക്കെ ഉള്ള ആൾക്കാർ കട്ടയ്ക്ക് നിന്ന് സംസാരിക്കുമ്പോൾ ജിൻഡോയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും സംസാരിച്ച് നിൽക്കാനും ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ജിൻഡോ നല്ല ഒരു ഗെയിമറാണ്. നല്ല രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്. പല ലൂപ്പോളും പലരും പല സമയങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളും ഓർത്ത് വെച്ചിട്ട് അത് പറയേണ്ട സമയത്ത് അനുയോജ്യമായി പറയുകയും തൻ്റെ നിലപാടിനെ തുറന്നു കാണിക്കുകയും താൻ എങ്ങനെ തന്നെ രക്ഷിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ജിൻഡോ കണ്ടുപിടിക്കുന്നതൊക്കെയാണ്. ഏതായാലും ജിൻഡോ നല്ലൊരു ഗെയിമർ തന്നെയാണ്. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയണം. എന്നെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല, എന്നെ ശിക്ഷിക്കാൻ ബിഗ് ബോസിനാണ് അധികാരം. ഞാനിവിടെ പവർ ടീമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത് എന്ന് പറയാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ഇത് ജിൻഡോ ഇവിടെ കാണിക്കുന്നില്ല. എന്തായാലും അത് കാണിച്ചാലും ആരും അംഗീകരിക്കാനൊന്നും ഇല്ല. എല്ലാവരും കണ്ടസ്റ്റൻസ് ആണ്, എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെങ്കിൽ പവർ റൂം എന്ന് പറയുമ്പോൾ ആ ഹൗസിൻ്റെ സർവാധികാരം നൽകുന്നു എന്നാണ്. അപ്പോൾ സർവ്വ അധികാരങ്ങളും ഉണ്ട്. ആ അധികാരം തനിക്കാണ് എന്ന് തുറന്നു പറയാൻ ജിൻഡോയ്ക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. എന്തായാലും അടുത്ത വീക്കിൽ വീണ്ടും പവർ റൂമായിട്ട് വരുന്നത് നമ്മുടെ ജിൻഡോയാണ്. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അടുത്ത ആഴ്ചത്തെ നിയമങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, ഇവരുടെ കൂടെ കൂടാൻ വരുന്ന ക്യാപ്റ്റൻ ആരായിരിക്കും എന്നൊക്കെയുള്ള പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങളുടെ സ്വന്തം ബൈ.